മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വധഭീഷണി. കൺട്രോൾ റൂമിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ഇത്തരത്തിൽ കന്റോൺമെന്റ് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ആരാണ് ഈ അജ്ഞാതൻ? ഈ അജ്ഞാതനെ പിന്തുടരാനുള്ള ശ്രമം ആരംഭിച്ചോ? ഈ കേസ് കന്റോൺമെന്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഏത് ഘട്ടത്തിലാണ് അന്വേഷണം? അശ്വതി, കഴിഞ്ഞ മുഖ്യമന്ത്രിയുള്ള സമയത്തും സമാനമായി തന്നെ തിരുവനന്തപുരത്തിന്റെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും അന്ന് വധഭീഷണി വന്നിരുന്നു. ആഴ്ചയിൽ 3-4 വധഭീഷണികൾ, ഒപ്പം തന്നെ ഭീഷണി സന്ദേശം സ്ഥിരമായി വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഉറവിടം കണ്ടെത്താൻ അന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു വധഭീഷണി ഇമെയിൽ എത്തിയിരിക്കുന്നത് പോലീസിന്റെ കൺട്രോൾ റൂമിലേക്കാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും കുടുംബത്തിനെയും വധിക്കുമെന്നുള്ളതാണ് ആ ഭീഷണി സന്ദേശം എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സന്ദേശം വന്ന കേന്ദ്രം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മുഖ്യമന്ത്രിയൊക്കെ ഉള്ളപ്പോൾ ഉള്ള അത്രയും സുരക്ഷ ഇത്തവണ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഏറ്റെടുത്തിട്ടില്ല. 3 വാഹനങ്ങൾ മാത്രമാണ് അദ്ദേഹം സുരക്ഷയ്ക്കായി ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ പോകുമ്പോൾ വധിക്കും, കുടുംബത്തെ അടക്കം ഇല്ലാതാക്കും എന്നുള്ളതാണ് വധഭീഷണി വന്നിരിക്കുന്നത്. സ്വാഭാവികമായും പോലീസ് ഇത് ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ആദ്യ ഭീഷണി സന്ദേശമാണ് മുഖ്യമന്ത്രിക്ക് എതിരെ ഉള്ളത്. എന്തായാലും അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ അന്വേഷണം നടത്തുമെന്നും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തും എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. കൺട്രോൾ റൂമിലേക്കാണ് ഇത്തരത്തിലൊരു സന്ദേശം എത്തിയത്. എത്തിയതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് ഉള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കന്റോൺമെന്റ് പോലീസ് ഉടൻ തന്നെ പ്രതികളിലേക്ക് എത്തും എന്നുള്ളതും ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും കൂടിയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അശ്വതി, വ്യക്തമാണ് ശാലിനി. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഇപ്പോൾ വധഭീഷണി ഉണ്ടായിരിക്കുകയാണ്. അജ്ഞാതന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരമൊരു ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ ഇതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.